ഇപ്പൊ രണ്ട് കേസസിലാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ഒരു നിവൃത്തിയില്ല, നമുക്ക് ശരിക്കും നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും. അറബി പഠിക്കുന്ന കണ്ടിട്ടില്ലേ ഗൾഫിൽ പോയ ആൾക്കാർ, നമ്മളെ എക്സിസ്റ്റൻസിനെ തന്നെ അത് ബാധിക്കുമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും. ഓക്കെ, അതാണ് നമ്പർ 1. നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടി ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. സോ മലയാളം മീഡിയമോ ഇംഗ്ലീഷ് ഗ്രാമറോ അല്ല. ദ റിയൽ സീക്രട്ട് ഈസ് ഇഫ് യു ഹാവ് നോ ഫിയർ. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ, ഇഫ് യുവർ എക്സിസ്റ്റൻസ് ഈസ് ഇൻ ഡേഞ്ചർ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും ഇല്ല. അതാണ് കോമഡി. ഓക്കെ, ഒന്ന്, നിങ്ങൾ പേടിയില്ലാത്ത അവസ്ഥയിലോട്ട് നിങ്ങൾ വരുന്നില്ല. നിങ്ങൾ പേടിക്കുവാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഓക്കെ, നിങ്ങൾ പേടിക്കുവാണ്, നിങ്ങൾക്ക് പേടിയുണ്ട്, വേറെ ആൾക്കാരോട് സംസാരിക്കാൻ പേടിയുണ്ട്, അവരെന്ത് വിചാരിക്കുമെന്ന് ആലോചിക്കുന്നുണ്ട്. ഇതൊരു ആദ്യത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ വരുന്നില്ല. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുന്നില്ല. നിങ്ങൾക്ക് ജോലി പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയുന്ന ജോലിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കാനഡയിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ഫ്ലുവൻ്റ് ആകണം എന്നുള്ള ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരുന്നില്ല. മനസ്സിലായോ? കാനഡ പോയ ഒരു ബെറ്റർ ഓപ്ഷൻ കിട്ടുമായിരിക്കും. ബെറ്റർ ആണ് നിങ്ങളാവുന്നത്. ബെറ്ററിൽ ഇവിടെ കാര്യം നടക്കില്ല. ബെറ്ററിൽ കാര്യം നടക്കില്ല. കടപ്പുറത്തുള്ള ആൾക്കാർ കടല വിൽക്കുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ അല്ല. അവർക്ക് വേറെ വഴിയില്ല, അല്ലെങ്കിൽ പട്ടിണിയാവും. അതാണ് എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നത്. അത്രയും ക്രിട്ടിക്കലായിട്ട് നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവും.